back to my YouTube channel. This is Daily Dose Dairy. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ബാക്ക് ടു സ്കൂൾ പ്രിപ്പറേഷൻ വീഡിയോ ആണ് ഗൈസ്. അപ്പോൾ ഞാൻ ഒത്തിരി ദിവസമായിട്ട് വിചാരിക്കുകയായിരുന്നു ബാക്ക് ടു സ്കൂൾ പ്രിപ്പറേഷൻ വീഡിയോ ഉണ്ടെന്ന്. അങ്ങനെ ഫൈനലി നമ്മൾ ചെയ്യാൻ പോകുകയാണ്. ഫസ്റ്റ് ഡേ അറ്റ് സ്കൂൾ വീഡിയോ ഞാൻ ചെയ്യാൻ നോക്കാം കേട്ടോ. സോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഇതാണ് എൻ്റെ ബാഗ്. ഇതൊരു ബ്രൗൺ കളറിൽ വരുന്ന ബാഗാണ്. പിന്നെ നേവി ബ്ലൂ അതിൻ്റെ ഇടയ്ക്ക് കുറച്ചൊക്കെ വരുന്നുണ്ട്. ഇത് അഡിഡാസിൻ്റെ ബാഗാണ് ഗൈസ്. ഇതാ ഇനി നമുക്ക് ബോക്സ് കാണാം. ബോക്സ് ഉണ്ട്, പൗച്ചുണ്ട് കേട്ടോ. ഇതാണ് എൻ്റെ ബോക്സ്. ഞാൻ കവറ് കളഞ്ഞിട്ട് കാണിച്ചത്. ഇതാട്ടോ ബോക്സ്. ഇതെല്ലാവർക്കും അറിയാമല്ലോ, പ്രത്യേകിച്ച് എടുത്ത് കാണിക്കാനായിട്ടൊന്നുമില്ല. ഈ സ്വിച്ച് നിൽക്കുമ്പോൾ നമുക്ക് കട്ടർ പെൻസിലൊക്കെ കൂർമ്മിക്കാൻ പറ്റുന്നൊരു സ്പേസാണ്. ഇത് കട്ടറാണ് ഗൈസ്. ഇതുപോലെ തന്നെ നമുക്കത് അടച്ചു വെക്കാം. പിന്നെ ഇത് വേസ്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതിലൂടെ കളയാം. പിന്നെ തുറന്നു കഴിയുമ്പം ഇതിനകത്തൊരു കാൽക്കുലേറ്റർ ഉണ്ട്. ഇത് വർക്കിംഗ് ആണ്. പിന്നെ നമുക്കിത് പെൻസിലും പേനയൊക്കെ വെക്കാനായിട്ടൊരു ചെറിയൊരു സ്പേസാണ്. പിന്നെ ഇപ്പുറത്തെ സൈഡിൽ ഒന്നും തന്നെ ഇല്ല ഗൈസ്, കാലിയാണ്, ഒന്നുമില്ല. പിന്നെ ഇത് പൗച്ചാണ്. പൗച്ചിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇത് ഒറ്റ കള്ളിയാണ്. നല്ല സ്പേഷ്യസ് ആട്ടോ പൗച്ച്. നല്ല ക്യൂട്ടായിട്ടുള്ള പ്രിന്റ് ഇതിന്റെ പുറത്തോടെ വരുന്നുണ്ട്. പിന്നെ ഇതാണ് ഗൈസ് എൻ്റെ പെൻ സ്റ്റാൻഡ്, അഥവാ പെൻസിൽ സ്റ്റാൻഡ് എന്ന് നമുക്ക് പറയാം. മെയിനായിട്ട് പെൻ സ്റ്റാൻഡ് ആണ് ഗൈസ്. പിന്നെ നമുക്ക് പെന്നുകളൊക്കെ എടുത്ത് ബോക്സിൽ വെക്കാം. ഇതാണ് ഞാൻ കൊണ്ടുവന്ന ഫസ്റ്റ് പെൻ എന്ന് പറയുന്നത്. എനിക്ക് വൺ ഓഫ് മൈ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു പെന്നാണിത്. ഇത് ഒരു ബ്ലൂ കളറാണ്. നന്നായിട്ട് നമുക്ക് സ്മൂത്ത് ആയിട്ട് എഴുതാൻ പറ്റും. ഇതിൻ്റെ ബ്ലാക്ക് കളർ എനിക്ക് അറിയത്തില്ല ഉണ്ടോ ഇല്ലയോ എന്ന്. ബ്ലൂ ഇഷ്ടമുള്ളവർ ഇത് നന്നായിട്ട് നമുക്ക് എഴുതാൻ പറ്റും. എന്തായാലും ഇത് വാങ്ങിക്കുക കേട്ടോ. ഇത് ഞാൻ ഇതുകൊണ്ട് വാങ്ങിച്ചിട്ടുണ്ടെന്ന്. പിന്നെ ഈ ഒരു പേനയും കൂടെ എടുത്തിട്ടുണ്ട്. ഇത് ബ്ലാക്ക് ആണ്. പിന്നെ പെൻസിൽ എടുത്തിരിക്കുന്നത് യൂണിക്കോണിൻ്റെ ആണ്. ഇതൊരു 1 year 2 year ഒക്കെ ആയിട്ടുണ്ട്. പക്ഷെ എൻ്റെ ലിപ്പുണ്ട് ഗൈസ് ഇതിപ്പോഴും. സോ അതുകൊണ്ട് ആ ഒരു പെൻസിൽ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഈ ഒരു പെൻസിലും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് പിങ്ക് ആയതുകൊണ്ടാണ് എടുത്തത്. ഇത് ബാക്കിൽ എറേസർ ഉള്ളതാണ് കേട്ടോ. പിന്നെ ഞാൻ ഈ പെൻസിൽ കുറച്ച് കുഞ്ഞാണല്ലോ. സോ അതുകൊണ്ട് ഒന്നെങ്കിൽ ഇതെടുക്കും അല്ലെങ്കിൽ ഇതെടുക്കും. അതെൻ്റെ ഒരു മൂഡ് അനുസരിച്ചിരിക്കും ഗൈസ്. കാരണം കുഞ്ഞത് കൊണ്ടുപോകണം വലുത് കൊണ്ടുപോകണം എന്നുള്ള ഒരു അതെങ്ങനെയും വരും. പിന്നെ ഞാനൊരു റെഡിങ് എടുത്തിട്ടുണ്ട്. ടീച്ചേഴ്സിന് വല്ല ആവശ്യം വരുമോ, എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ എടുക്കാം അതിനായിട്ട് ഒരു റെഡിങ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ റെഡിങ് കൊണ്ടുപോയപ്പം എൻ്റെ ക്ലാസ് ടീച്ചറിന് ഇങ്ങനെ ആവശ്യം വന്നപ്പോൾ ഞാൻ കൊടുത്തു ഗൈസ്. അതുകൊണ്ട് അങ്ങനെയെല്ലാം ചോദിക്കുവാണെങ്കിൽ കൊടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പേനയും പെൻസിലൊക്കെ എടുത്ത് വെക്കാം. ഫസ്റ്റ് കളിയിലാട്ടോ വെക്കുന്നത്. ഫസ്റ്റ് കള്ളിയിൽ ഞാൻ വെക്കുന്നത് പേന, പേന മാത്രമേ ഞാൻ ഫസ്റ്റ് കള്ളി വെക്കുന്നുള്ളൂ. നമുക്ക് സെക്കൻഡ് കള്ളിയിൽ സെക്കൻഡ് കള്ളി എന്ന് പറഞ്ഞാൽ ഇപ്പുറത്തെ ഭാഗം കേട്ടോ. ഇപ്പുറത്തെ ഭാഗത്ത് നമുക്ക് പെൻസിൽ വെക്കാം. 3 പെൻസിലും വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്കെയിൽ എടുക്കണ്ടേ ഗൈസ്. ഇതിലാട്ടോ സ്കെയിലും കട്ടറും എറേസറും എല്ലാം ഉള്ളത്. 2 വെറൈറ്റി ആയിട്ടുള്ള ഒരു എറേസറാണ് ഇത്. എനിക്ക് ഒരു ആർട്ടിൻ്റെ കിറ്റിലൂടെ കിട്ടിയതാണ് ഈ എറേസർ. ടയറിൻ്റെ ഒരു പിങ്ക് കളർ എറേസറും എനിക്കുണ്ട്. ഒന്ന് ഞാൻ പിങ്കാണ് എടുക്കുന്നത്. പിങ്ക് നമുക്ക് ഈ ബാക്കിലത്തെ സൈഡിൽ വെക്കാം എറേസർ. ആ സൈഡിൽ എറേസർ വെച്ചിട്ടുണ്ട്. നമുക്ക് സ്കെയിലല്ല സെയിൽ തന്നെയാണ്. കുറച്ചും കൂടെ വര ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്ന നോക്കാം. ഇത് നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ ഒരു സ്കെയിൽ എടുക്കാം. പിന്നെ കട്ടർ നമുക്ക് ഇതിനകത്ത് വെക്കാൻ പറ്റില്ല. കാരണം ഞാനിതാ ഈ ഒരു കട്ടറായിട്ട് എടുക്കുന്നത്. ഇതേപോലത്തെ ഒരു കട്ടറാണ് എടുക്കുന്നത്. സോ ഇതാണെങ്കിൽ ഇതിനകത്ത് വെക്കാൻ പറ്റില്ല. കുറച്ചും കൂടെ ഹൈറ്റ് ഉള്ള കട്ടർ ആയതുകൊണ്ട്. സോ അതുകൊണ്ട് ഞാൻ ഈ ഒരു പൗച്ചിലാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത് ഗൈസ്.
അപ്പോൾ നമുക്കിനി പൗച്ചിൻ്റെ അകത്ത് വെക്കാം സാധനങ്ങളൊക്കെ. ഇത് കൊണ്ടിട്ട സാധനങ്ങൾ, ഇത് വൈറ്റ്നർ, ഹൈലൈറ്ററും ഒരു ക്യൂട്ടായിട്ടുള്ള നമ്മുടെ മിക്കി മൗസിൻ്റെ ഇങ്ങനെ പെൻസിൽ എറേസർ, എന്താ പറയുന്നത് എനിക്കറിയത്തില്ല, ഇതുപോലത്തെ എറേസർ. നമുക്ക് കളർ മാറ്റി മാറ്റിയിടാം. പിങ്ക്, പർപ്പിള്, പിന്നെ ഏതൊക്കെയാ, ബ്ലൂ, ഗ്രീന്, ഇതാട്ടോ ഗ്രീനില്ല, പിന്നെ യെല്ലോ വരുന്നുണ്ട്. പിന്നെ പിങ്ക് ആണ് എൻ്റെ ബോക്സ്, അതുകൊണ്ടാണ് ഞാൻ പിങ്ക് എറേസർ ഫസ്റ്റ് വെച്ചേക്കുന്നത്. അപ്പം നമ്മൾ ഫസ്റ്റ് തന്നെ എറേസർ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഹൈലൈറ്റർ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, പിങ്കാണ്, അതിന് പിങ്കാണ്. നമുക്ക് ഫ്രണ്ടിൽ വെക്കണം. നേരത്തെ ഈ ഭാഗമാണ് ഇവിടെ വരുന്നത് ഗൈസ്, അതുകൊണ്ടാണ്. പിന്നെ വൈറ്റ്നർ, പിങ്ക് കളറുള്ള വൈറ്റ്നർ, 2 വൈറ്റ്നർ വെച്ചേക്കാം. ഇതിലെല്ലാം തീരാറായിരിക്കും. പിന്നെ ഈ ഒരു പെൻ അത്ര ആണ് ഞങ്ങൾക്ക് എടുത്ത് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇതാ ഒരു പേപ്പർ സോപ്പ്, ഇതും പിങ്കാണ് ഗൈസ്. ഐ ലവ് സ്മൈൽ എന്നൊക്കെ എഴുതിയിട്ട് ക്യൂട്ടായിട്ടുള്ളൊരു അടിപൊളി സംഭവം കേട്ടോ. പിന്നെ ഗം, പേപ്പർ വല്ലതും കീറിപ്പോവോ അങ്ങനെ എന്തെങ്കിലും വരുവാണെങ്കിൽ ആവശ്യത്തിനൊരു ഇതും കൂടെ വയ്ക്കുന്നത് നല്ലതാ. പിന്നെ സിസർ, നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ എടുത്തോണ്ട് എന്തൊരു സ്കൂളിലേക്ക് പോകുന്നത് എന്നൊക്കെ. വേറെ ഒന്നും വേണ്ട കേസ്, ഇത്ര മതി. ഇത് തന്നെ കൂടുതലാ, ഭയങ്കര കൂടുതലാ, ഭയങ്കര കട്ടിയോടെ ഇരിക്കുക. സിബ് വല്ലതും പൊട്ടിപ്പോവോ? ഇല്ല, തൊക്കത്തില്ല. അപ്പൊ നമ്മുടെ പൗച്ചും ഓൾറെഡി സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയൊരു കുഞ്ഞു ബുക്ക് എടുക്കണം. കാരണം നമുക്കിങ്ങനെ എന്തെങ്കിലും ഇന്നെന്താ പഠിപ്പിച്ചേ, എന്തെങ്കിലും ഒരു ഹോംവർക്ക് ഉണ്ടോ അങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടി, എഴുതാൻ വേണ്ടി കുറച്ച് ബുക്കൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ഒരു ഏത് ബുക്ക് എടുക്കുക? നല്ല ക്യൂട്ടായിട്ടുണ്ട്. ഞാൻ ഉണ്ടാക്കിയതാണ്, അതിൻ്റെ കവർ പേജ് മാത്രം കേട്ടോ. നമുക്ക് ഈ ഒരു ബുക്ക് എടുക്കാം. ഇതാണ് നല്ലൊരു നോട്ട്ബുക്ക് മതി കേട്ടോ. ഇതും എടുക്കാം. പിന്നെ നമുക്ക് ഈ ഒരു ബുക്കും എടുക്കാം. ഇപ്പം ഈ 2 ബുക്കാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ ഫൈൻ. അപ്പോൾ നമുക്ക് ഈ 2 ബുക്ക്, പിന്നെ നമുക്ക് വേണ്ടത് ഒരു ഫയലാട്ടോ ഗൈസ്. ഫയൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊരു പഴയ ഫയലാണ്. ഇന്ന് അച്ഛ വരുമ്പം പുതിയൊരു ഫയൽ വാങ്ങിച്ചുകൊണ്ടിടാന്ന് വിചാരിച്ചു. ഇപ്പം വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ ഈ ഒരു പഴയ ഫയൽ എടുത്ത് വെച്ചിരിക്കുന്നതാണ്. ട്രാൻസ്പെറൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു ഫയല്. പിന്നെ നമുക്ക് വെച്ചിട്ടുള്ളത് ഒരു അടിപൊളി കളറാട്ടോ, ഇത് കളർ പെൻസിലാണ് ഗായ്സ്. അങ്ങനെ നമ്മൾ എല്ലാ സാധനവും നമ്മൾ ബാക്ക് പാക്കിൻ്റെ ഉള്ളിലാക്കി വെച്ചിട്ടുണ്ട്. ഓൾ സെറ്റ്. ഇന്ന് നമുക്ക് സ്കൂളിൽ പോകേണ്ട താമസം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ തീർന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അണ്ടിൽ ബെസ്റ്റ് ദേവ് ആൻഡ് ടാറ്റാ.